ഞാൻ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ, ടി പി ശ്രീനിവാസനെ തെരുവിൽ ചെരുപ്പ് വെച്ച് തല്ലിയ SFIക്കാരെ കുറിച്ച് ചോദിച്ചാൽ ഞാൻ വി ഡി സതീശനേക്കാൾ വലിയ കോൺഗ്രസ്സുകാരനാവും. കോമൺ സെൻസ് ഇല്ലാത്ത ചന്ത പെണ്ണുങ്ങളെ പോലെ നീ ഇത്രമാത്രം അതപ്പതിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അല്ല അയ്യപ്പദാസേ, ഇത് നിങ്ങളുടെ നിസ്സഹായതയാണ്. എന്ത് നിസ്സഹായത? താങ്കൾ എന്താ പ്രതീക്ഷിക്കുന്നത്? ഈ ധീരജിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ വെച്ച് മിണ്ടാണ്ടിരിക്കണം. ടി പി ശ്രീനിവാസൻ ഓർക്കാൻ പാടില്ല. ഇതല്ലേ താങ്കൾ ആഗ്രഹിക്കുന്നത്? കൈ വെച്ചിരുന്നാ മതി. ഈ കേപ്പിയുടെ തനി കൊണ്ടു കരഞ്ഞുട കേട്ടോ. ടി പി ശ്രീനിവാസൻ ഓർക്കാൻ പാടില്ല. MG കോളേജിൽ അക്രമം ഓർക്കാൻ പാടില്ല. PM ആർഷോ ഈ ക്രിമിനൽ കേസിൽ പ്രതിയായി പോലീസിന് മുന്നിലൂടെ കറങ്ങി നടന്ന് ഓർക്കാൻ പാടില്ല. MG കോളേജോ വിക്ടോറിയ കോളേജോ ഓർക്കാൻ പാടില്ല. അല്ലേ അയ്യപ്പദാസെ, നിങ്ങൾ ഇന്ന് തയ്യാറാക്കി കൊണ്ടുവന്ന നിങ്ങളുടെ ഈ അവതരണത്തിന്റെ നോട്ടിൽ നിന്ന് വ്യത്യസ്തമായി ചില കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ ഇത്ര വിഷമിക്കരുത്. എന്ത് വിഷമം? തിരിച്ചും ചോദിക്കും. ഇതൊരു നാണയത്തിന്റെ രണ്ട് വശം, ഒരു വശമല്ല, രണ്ട് വശമുണ്ട്. എന്റെ കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാം. രണ്ട് വശമുണ്ട്. ഇതൊക്കെ സോഷ്യൽ മീഡിയ ഒന്നുമല്ല ഡോക്ടർ ഷിജുഖാൻ. താങ്കൾ നല്ല അറിവുള്ള ഡോക്ടറേറ്റ് ഉള്ള CPM-ന്റെ ഒരു കേഡറാണ്. പക്ഷെ ഒരു പ്രശ്നം ഡോക്ടർ ഷിജുഖാൻ, ഇങ്ങനെ ഒരു ആക്ഷേപം വെക്കരുത്. നോക്കൂ, താങ്കൾക്ക് ഇഷ്ടമുള്ളത് മാത്രം പറയാനാണെങ്കിൽ ഒരു ചർച്ചയുടെ ആവശ്യമില്ല. ഞാൻ തിരിച്ചു പറയും. താങ്കൾ ധീരജൻ ചോദിക്കുമ്പോ MG കോളേജ് എന്ന് പറയും. അതായത് മാധ്യമപ്രവർത്തന ഉത്തരവാദിത്തമാണ്. ഞാനത് പറയും, ഞാനത് പറയണം. ഞാനതുകൊണ്ട് ടി പി ശ്രീനിവാസനെ, താങ്കൾ വേറൊരു വ്യക്തിയുടെ പേര് പറഞ്ഞപ്പോ ടി പി ശ്രീനിവാസന്റെ മുഖം ഓർമ്മിപ്പിക്കും. അതൊരു മാധ്യമപ്രവർത്തന ഉത്തരവാദിത്തം. അങ്ങനെ ചോദിച്ചാൽ അത് പ്രതിപക്ഷ സ്വരമാകാം. മാധ്യമപ്രവർത്തനത് പ്രതിപക്ഷ നേതാവിന്റെ സ്വരമല്ല. പ്രതിപക്ഷ നേതാവിന്റെ സ്വരം അടിച്ചേൽപ്പിക്കുന്നത് ഒരു അജണ്ടയാണ്. ഡോക്ടർ ഷിജുഖാൻ. കലിപ്പ് തീരുണ്ടോ ദൈവമേ? അവന്റെ മോതണ്ടല്ലേ ഈ എരുമയെ കൊണ്ട് ചവിട്ടിപ്പിക്കട്ടെ. അയ്യപ്പദാസ്, ദേവീത് കേൾക്കൂ. ദൗർഭാഗ്യകരമാണ്. നിങ്ങൾ പറഞ്ഞ പോയിന്റിനെ സംബന്ധിച്ച് ഞാൻ മറുപടി പറയുമ്പോൾ പറയാം. പ്രതിപക്ഷ നേതാവിനേക്കാൾ വലിയ ആളെന്ന് പറയരുത്. ഞാൻ അറിയിക്കുന്നില്ല അതിന്റെ പരാമർശം. പരിപാടികളൊക്കെ വന്നാലുണ്ടല്ലോ. താങ്കൾ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞോളൂ. രാഷ്ട്രീയമായ ഉത്തരം പറഞ്ഞോളൂ. ആക്ഷേപിക്കരുത്. എനിക്ക് ചേരില്ല ആ കുപ്പായം. ഞാൻ ആ കുപ്പായം ഇടില്ല. അല്ലല്ല, അങ്ങനെ പറഞ്ഞു പോരും. താങ്കൾ ചോദ്യത്തിന് ഉത്തരം മാത്രമല്ല പറഞ്ഞത്. നിങ്ങളുടെ ഈ ഉണ്ടച്ചുരുട്ടെന്ന് എന്നോട് വേണ്ട. അടിച്ചാൻ കണ്ണിയാൻ കളയാൻ. ഡോക്ടർ ഷിജുഖാൻ, ഞാൻ സമയമൊക്കെ തരും. പക്ഷേ വന്നങ്ങ് അടിച്ചിട്ട് പോകാവുന്ന ഒരാളാണ് ഒരു ന്യൂസ് ആങ്കർ, ടെലിവിഷൻ ആങ്കർ എന്ന് വിചാരിക്കരുത്. അത് പറ്റില്ല. നോക്കൂ, പ്രതിപക്ഷ സ്വരം പറയുക. സോഷ്യൽ മീഡിയയിൽ വൈറൽ ആകുന്നതിന് വേണ്ടി ഇങ്ങനെ നിങ്ങൾ ബഹളം എവിടെ എന്തിന് എങ്കിൽ പിന്നെ മെറിറ്റിൽ സംസാരിക്കും ഡോക്ടർ ഷിജുഖാൻ. അതിന് പകരം പ്രതിപക്ഷ നേതാവിനേക്കാൾ വലിയ ആൾ ആകാ എന്ന് പറയുന്നത് അധിക്ഷേപമാണ്. അത് വളരെ എളുപ്പമാണ്. അപ്പൊ ഞാനെന്ത് പറയണം? താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടോ? താങ്കൾ പറയുന്ന പോയിന്റ് ഒക്കെ ശരി എന്ന് പറഞ്ഞാൽ അതിനാണ് ചർച്ച എന്ന് പറയാ. ഭാവി ചെല്ലിനോർത്ത് പാതാളെന്നല്ലാണ്ട് പിന്നെ എന്ത് പറയാൻ. ഇന്ന് അയ്യപ്പദാസ് വല്ലാതെ അസ്വസ്ഥനാണ്. അസ്വസ്ഥനാകും ഡോക്ടർ ഷിജുഖാൻ. മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ അയ്യപ്പദാസെ, നിങ്ങൾ ഇന്ന് സതീശനേക്കാൾ ആത്മാർത്ഥതയോടെ കോൺഗ്രസിന് വേണ്ടി ഇതാണ് അജണ്ട. ഇതിന് മരുന്നില്ല. അജണ്ട എന്ന് പറയാം ഡോക്ടർ ഷിജുഖാൻ. താങ്കൾ പറഞ്ഞു, പക്ഷെ ഇത് പ്രേക്ഷകർ കേൾക്കണം. ഇവൻ നമുക്ക് പണിയുണ്ടാക്കുമെന്നാണ് തോന്നുന്നത്. ഞാൻ അതിനു വേണ്ടി മാത്രം ഇടപെട്ട് പറയാം. നോക്കൂ, താങ്കൾ ധീരജിനെ കുറിച്ച് പറയുമ്പോ തെരുവിൽ വെച്ച് മുഖത്ത് ചെരുപ്പ് വെച്ചടിച്ച ടി പി ശ്രീനിവാസനെ കുറിച്ച് പറയാൻ പാടില്ല, അല്ലേ? അപ്പൊ ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. എന്ത് ചുറ്റിക്കളി? ഒരു ചുറ്റിക്കളി ഇല്ലല്ലേ? ശരി, ഇതിനാണ് നിങ്ങൾ മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത്, അല്ലേ? അല്ലല്ല, ഒരു സെക്കൻഡ് ഡോക്ടർ ഷിജുഖാൻ. അല്ലല്ല, അങ്ങനെ താങ്കൾക്ക് സുഖകരമല്ലാത്ത കാര്യങ്ങൾ പറയാൻ കൂടിയാണ് ചർച്ച നടക്കുന്നത്. അങ്ങനെ പറയുമ്പോൾ ഞാൻ പ്രതിപക്ഷ നേതാവിനേക്കാൾ വലിയ കോൺഗ്രസ്സുകാരനാവരുത്, ആക്കരുത്. അത് മര്യാദയല്ല. അയ്യേ, വൃത്തികെട്ട ഏർപ്പാട്. എനിക്ക് പറയാനുള്ള വിഷയം പറയണം. നിങ്ങൾ അടിച്ചിരുത്താമെന്നൊന്നും നിങ്ങൾ കരുതണ്ട. എവിടെ ഡോക്ടർ ഷിജുഖാൻ? ഒന്ന് മണപ്പിക്കുമ്പോഴേക്കും ആരുടെയെങ്കിലും ഒക്കെ പുറത്ത് കുതിര കയറാൻ തുടങ്ങുന്ന അസുഖം ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഈയിടെ വളരെ കൂടുന്നു. താങ്കൾ വ്യക്തിപരമായ ഒരു അധിക്ഷേപിച്ചാൽ താങ്കൾ അല്ലാത്തൊരു കാര്യമാണെന്ന് പറഞ്ഞ് താങ്കൾ കേട്ടോണ്ടിരിക്കുമോ? ഉത്തരം കൂടെ. താങ്കൾ അല്ലാത്ത ഒരാൾ ഞാനാണെന്ന് താങ്കളെ ആക്ഷേപിച്ചാൽ താങ്കൾ കേട്ടോണ്ടിരിക്കുമോ? അതിനൊരു മാധ്യമപ്രവർത്തനം ഉണ്ട്. അടിസ്ഥാനപര ഒരു മനുഷ്യനായ മതി, അയാളുടെ ആത്മാഭിമാനം മതി. മനുഷ്യനാലേ കുറച്ചൊക്കെ ഇതൊക്കെ വേണം. നോക്കൂ, ധീരജ് എന്ന് പറയുമ്പോൾ ടി പി ശ്രീനിവാസൻ തിരിച്ചു പറയാനുള്ള റൈറ്റ് ഒരു ചർച്ചയിൽ ഉണ്ടാവണം. അങ്ങനെ പറയുന്ന ആൾ പ്രതിപക്ഷ നേതാക്കൾ വലിയ കോൺഗ്രസ്സുകാരനാവരുത്, ആക്കരുത്. അത് മര്യാദയല്ല, അത് ജനാധിപത്യമല്ല. അന്തസ് വേണോടാ, അന്തസ്. അത് അനൗചിത്യമാണ് അയ്യപ്പദാസ്, അത് അനൗചിത്യമാണ്. നിങ്ങൾ അനൗചിത്യമാണ് ഇപ്പോ കാണിക്കുന്നത്.
നിങ്ങൾ CPIM-ന്റെ പാനലിസ്റ്റിനോട് കാണിക്കുന്നത് അനൗചിത്യമാണ്. എങ്കിൽ പിന്നെ ഈ ചോദ്യം ഉന്നയിക്കുന്ന എന്നെ പ്രതിപക്ഷ നേതാവിനേക്കാൾ വലിയ ആളാക്കുന്നത് എന്ത് മര്യാദയാണ് ഡോക്ടർ ഷുജു? അതിനോട് ഉത്തരം പറ. ഈ ചെയ്യുന്നതൊക്കെ ന്യായമാണെന്ന് തോന്നുന്നുണ്ടോ? സംശയമുണ്ടോ? നിങ്ങളുടെ ഇന്നത്തെ വാദം CPIM-ന്റെ വാദത്തെ കേൾപ്പിക്കാതിരിക്കാനാണ് നിങ്ങൾ. ആര് പറഞ്ഞു? താങ്കൾക്ക് അറിയില്ലേ? താങ്കൾ ഈ ടെലിവിഷൻ ഡിബേറ്റിൽ ആദ്യമായിട്ട് വരികയാണോ? തിരിച്ചു ചോദിക്കാൻ കൂടിയുള്ളതാണ് സംവാദം. ധീരജ് എന്ന് പറയുമ്പോൾ TP ശ്രീനിവാസ് എന്നോട് പറയാനുള്ളതാണ് സംവാദം. അമ്മക്ക് പ്രാണവേദന, മകക്ക് വീണവായന. LDF വരും, എല്ലാം ശരിയാവും. ഏകദേശം എല്ലാം ശരിയായ ഒരവസ്ഥയിലാണ് കേരളത്തിലെ ജനങ്ങൾ. ഞങ്ങളോടത് വേണ്ടായിരുന്നു മല്ലയ്യ. ഇവിടെ മുഖ്യമന്ത്രി എന്തുകൊണ്ട് പിന്മാറിയെന്ന് വ്യക്തമാക്കുന്നില്ല. അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയോടൊപ്പം വലിയ ബഹുജന പ്രക്ഷോഭം നടത്തിയ ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. ഇതേ എലപ്പുള്ളിയിൽ മറ്റൊരിടത്താണ് ബ്രൂവറിക്ക് സ്ഥലം കണ്ടെത്തിയതും മന്ത്രിസഭ അനുമതി നൽകിയതും. നാട്ടുകാരുടെ ഭാഗ്യദോഷം, അല്ലാതെ എന്ത് പറയാനാ? അല്ലേ സാർ? ശക്തമായ പ്രതിഷേധം ഞങ്ങളുടെ തന്നെ കണ്ണു തള്ളിപ്പോയ ഒരു പ്രതിഷേധം സമരം വെച്ചപ്പോൾ ആയിരക്കണക്കിന് അമ്മമാരാണ് എല്ലാ വീടുകളിൽ നിന്നും ഇറങ്ങിയത്. പഴയ വിഷ്വൽസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ആയിരക്കണക്കിന് അമ്മമാർ എന്ന് വെച്ചാൽ അതിൽ അതിശോക്തിയില്ല. ആ പഞ്ചായത്തിലെ രാഷ്ട്രീയത്തിന് അതീതമായി മറ്റെല്ലാ വ്യത്യാസങ്ങളും മറന്ന് ഒറ്റക്കെട്ടായി കൊടം ചുമന്നാണ് സ്ത്രീകൾ അണിനിരുന്നത് ഇതേ എലപ്പുള്ളിയിൽ. സർക്കാരിന്റെ കാര്യം ഇവിടെ മിണ്ടി പോകരുത്. അവരുടെ പരിഷ്കാരങ്ങളാ ഞങ്ങളെ ഗതികേട്ടിലെത്തിച്ചത്. ഇത് കണ്ട് പാഠം പഠിച്ചിട്ടില്ലെങ്കിൽ അത് പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ഈ മന്ത്രി പാലക്കാട്ടുകാരനായി പോയതിൽ ഒരു ലജ്ജ എനിക്ക് തോന്നുകയാണ്. പാലക്കാട്ടെ ജനങ്ങളെ അവരുടെ പരിതാപകരമായ അവസ്ഥയെ മനസ്സിലാക്കാൻ കഴിയാത്ത ആള് ഒരു ഭരണാധികാരിയായി മന്ത്രിസഭയിൽ ഇരിക്കുന്നു എന്ന് വെച്ചാൽ ഇത്തരത്തിലൊരു പ്രപ്പോസൽ വരുമ്പോൾ രാജേഷിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നു എങ്കിൽ ശക്തമായിട്ട് എതിർക്കും. ഏത് പിണറായി വിജയനല്ല, ഏത് മുഖ്യമന്ത്രി ആയാലും ശക്തമായിട്ട് ഞാൻ എതിർക്കുമായിരുന്നു. പറഞ്ഞത് കേട്ടോടാ, അന്തസ് വേണോടാ, അന്തസ്. പകരം രാജേഷ് ചെയ്യുന്നത് എന്താ അറിയോ? പത്രസമ്മേളനം നടത്തി പറഞ്ഞിരിക്കുക 600 കോടിയുടെ നിക്ഷേപം വരികയാണ്, ഒരുപാട് പേർക്ക് തൊഴിൽ കിട്ടും. അതിനേക്കാളും വിചിത്രമായ അദ്ദേഹത്തിന്റെ പ്രസ്താവന ഞാൻ ശ്രദ്ധപ്പെട്ടത് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വില കൂടുന്നതാണ്. മദ്യം ഉൽപ്പാദിപ്പിച്ചാൽ, സ്പിരിറ്റ് ഉൽപ്പാദിപ്പിച്ചാൽ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വില കൂടുതൽ കിട്ടും എന്നുള്ള കണ്ടുപിടുത്തം ഏത് DYFI പ്രസ്ഥാനം, ഏത് SFI പ്രസ്ഥാനമാണ് ഒരു പുരോഗമന പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന ഈ രാജേഷ് മന്ത്രി ഇത്തരത്തിലൊക്കെ പറഞ്ഞ് ജനങ്ങളെ വിഡ്ഢികളാക്കുക? ചിറ്റൂർ ഷുഗേഴ്സ് ഇതുപോലെ തുടങ്ങിയതാ. അത് പൂട്ടിയത് എന്തുകൊണ്ടാണെന്നൊന്ന് അന്വേഷിക്കണം. രണ്ടാമത് ആ ചിറ്റൂർ ഷുഗേഴ്സിന്റെ സ്ഥലമാണ് സർക്കാർ മലബാർ ഡിസ്റ്റിലറീസ് എന്ന് പറഞ്ഞ് 14 വർഷം മുമ്പ് അങ്ങനെ ഒരു കമ്പനി രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങി. എന്താണ് അതിന്റെ അവസ്ഥ എന്ന് ആലോചിക്കണം. അപ്പൊ പൊതുമേഖലാ സ്ഥാപനം സർക്കാരിന്റെ കയ്യിലുള്ള അവിടെയുള്ള കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന സ്ഥലം ഉൾപ്പെടെ അവിടുത്തെ മെഷീനറി ഉൾപ്പെടെ അത് പ്രാവർത്തികത്തിൽ കൊണ്ടുവന്ന് അവിടെ മദ്യം ബോട്ട്ലിംഗ് പ്ലാന്റ് തുടങ്ങുമെന്ന് പറഞ്ഞു. അവിടെയും ഇതുപോലെ തൊഴിൽ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. വലിയ നാണക്കേടായി പോയി. നിങ്ങൾക്ക് മാത്രമല്ല എനിക്ക് നാണക്കേടാ. ഈ 9 വർഷമായിട്ട് ഭരിക്കുന്ന ഇടതുപക്ഷ മുന്നണിക്ക് ഈ മന്ത്രി രാജേഷിന്റെ സ്വന്തം ജില്ലയിൽ എന്തുകൊണ്ടാണ് സർക്കാർ ഉടമസ്ഥതയിലുള്ളവർക്ക് വെള്ളം കൊടുക്കാൻ അവിടെ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ കഴിയായിരുന്നത്? ഞാനിവിടെ കിടന്ന് തീ തിന്ന കുറച്ചുകൂടെ തീ തിന്നുക, എന്നിട്ട് അതിന്റെ കൂടെ കുറച്ച് മണ്ണോടെ കഴിച്ചോളൂ. നാട് ഭരിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട, പക്ഷെ ഒരു നാട് മുടിക്കാൻ കഴിവ് വേണം. 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. സ്വിച്ച് അമർത്തി. താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത്? അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.